ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ റോഡ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ എങ്ങോട്ടാണ് റോഡ് ട്രിപ്പ് പോകുന്നത്? ഇതാണ് എൻ്റെ ട്രിപ്പ് അഡ്വൈസർ എഡ്വിൻ. ബോണിഷർ കേവ് എന്ന് എന്തോ ഒരു കേവ്, എന്തോ ഒരു ഗുഹയിലേക്കാണ് നമ്മൾ കൊണ്ടുപോകണേ. പണ്ട് ഇവിടുത്തെ വലിയൊരു കേവാന്നാണ് പറയുന്നത്. അതിൻ്റെ ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് അതെങ്ങനെ ഉണ്ടായി എന്നൊക്കെ എഡ്വിൻ ഇപ്പം ഞങ്ങളുടെ സർവേ എഡ്വിൻ ഇപ്പം അതിനെപ്പറ്റി അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ സംഭവം എന്നറിയില്ല. അപ്പം നമ്മൾ ജസ്റ്റ് പോവാണ്. പോകുന്ന വഴിയല്ല നല്ല ഭംഗിയാണ്. റിവറാണ് ലേക്ക് ഉണ്ടല്ലേ. ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത റോഡ്. ഇപ്പോൾ ഒരു വണ്ടി വന്നു. ഞങ്ങളുടെ 10 മിനിറ്റ് വണ്ടി ഓടിച്ചിട്ട് ഇപ്പോൾ ഒരു വണ്ടി കാണും. ഇതാണ് കാനഡയുടെ പ്രശ്നം. നമ്മളിങ്ങനെ ഈ ഔട്ട്സ്കേർട്സിലേക്ക് അല്ലെങ്കിൽ ഇച്ചിരി നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ കാണില്ല. സോ ടിക്കറ്റ് എടുത്തു. എത്ര മണിക്ക്? ഞങ്ങളുടെ ടിക്കറ്റ് 4 മണിക്കോ? 4 o'clock. സോ ഇറ്റ്സ് ഓൾറെഡി 3:30. എങ്ങനെയാണ് ഓരോ അരമണിക്കൂർ കൂടുമ്പോൾ ഒരു ടൂർ ഉണ്ടല്ലേ? അരമണിക്കൂർ കൂടുമ്പോൾ ഒരു ടൂർ അവിടെ നമ്മൾ നിൽക്കണം. അവിടെ നിന്നാണ് അപ്പോൾ നമ്മുടെ സെൽഫ് ഗൈഡഡ് ടൂറാണ്. അപ്പോൾ നമ്മുടെ തോന്നിവാസത്തിന് നമുക്ക് ഗുഹയിലേക്ക് പോകത്തില്ല. നമ്മുടെ മഞ്ഞുവൽ ബോയ്സ് കളിക്കാൻ പറ്റില്ല. ഇവിടെ അവർ നമ്മുടെ കൂടെ വന്ന് കൊണ്ടുപോകും. അപ്പോൾ എഡ്വിൻ അല്ലെങ്കിൽ അവിടെ പോയി മഞ്ഞുവൽ ബോയ്സ് കാനഡ വേർഷൻ കളിക്കാമെന്ന് പറഞ്ഞാൽ, പക്ഷേ ഇവിടെ പ്ലാനെല്ലാം അവർ തകർത്തു. നമുക്ക് അവിടെ നമ്മുടെ കൂടെ എപ്പോഴും ആളുണ്ടായിരിക്കുന്നു. ഇടം വല്ല നാളുണ്ടായിരിക്കുന്നതാണ് പറഞ്ഞത്. എനിവേ ലെറ്റ്സ് സീ. ഉണ്ട് ഈ അപ്പാപ്പൻ ഇച്ചിരി നൊട്ടോറിയസാണ്. ഞങ്ങളപ്പുറത്ത് തന്നെ പോയി പാർക്ക് ചെയ്യാൻ നോക്കിയിട്ട് പുള്ളി ഞങ്ങളെ തിരിച്ചു പിടിച്ച് വഴക്ക് പറഞ്ഞ് ഇവിടെ കൊണ്ട് ഇരുത്തിച്ചു. ഗുഹയെ കയറണമെങ്കിൽ എൻ്റെ വണ്ടി കാണണമെന്നപ്പോൾ പറഞ്ഞേക്കണേ. എൻ്റെ വണ്ടി കണ്ടില്ലേ, ഗുഹയെ കയറ്റില്ല എന്നാണ് അപ്പാപ്പൻ പറഞ്ഞേക്കണേ. സോ എനിവേ വി ആർ വെയിറ്റിംഗ്. ലെറ്റ്സ് സീ. അപ്പാ ഞങ്ങൾ ഹൈടെക് ലിപ് ബാം എടുത്ത് മുഖത്ത് വെച്ചിട്ട് സൺസ്ക്രീനാണ്. സോ ഇവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് എടുക്കുന്നത്. $22 അല്ലേ? ഒരാൾക്ക് $22. പാർക്കിങ്ങിന് പ്രത്യേക ഫീ ഇല്ല, ഇറ്റ്സ് ഫ്രീ. ഓഫ് കോഴ്സ് വലിയൊരു ഏരിയ ആണ്, അത്ര തിരക്കൊന്നുമില്ല. ഇവിടെ നിന്നാണ് അവർ ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എവറി ഹാഫ് ആൻ അവർ ദേ ഹാവ് ടൂർ. സോ ഞങ്ങളുടെ നെക്സ്റ്റ് ടൈം 4 o'clock ആണ്. 3:30. നമുക്ക് 4 o'clock അല്ലേ ടൈം? സോ ഞങ്ങളുടെ ടൂറ് 4 o'clock-നാണ്. ഇതിപ്പോൾ 3:30-യുടെ ബാച്ചാണ്. ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്യും. സോ പിക്നിക് സ്പോട്ട് ഉണ്ട്, ഒരു വാട്ടർഫാൾ ഉണ്ട്. വാട്ടർഫാൾ ആണോ എന്നറിയില്ല കേട്ടോ. Oh, look at that. നമ്മൾ സ്ഥിരം പറയാനുള്ള ഡയലോഗ് പറഞ്ഞു ഇടുവിനെ. നമ്മുടെ അതിരപ്പള്ളി ഉള്ളപ്പോൾ എന്ത് വെള്ളച്ചാട്ടമല്ലേ? നമ്മുടെ അതിരപ്പള്ളി വാട്ടർഫാൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്ത് വെള്ളച്ചാട്ടമല്ലേ? നമ്മൾ മലയാളികൾ എവിടെ പോയാലും എന്ത് വെള്ളച്ചാട്ടം കണ്ടാലും നമുക്ക് അതിരപ്പള്ളിയുടെ അത്രയില്ല വാട്ടർഫാൾസ്. പക്ഷേ നയഗ്ര ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത്രയും മൊത്തം പറയാൻ പറ്റില്ല അല്ലേ? Thank you guys, everyone here. And first of all, I'd like to welcome you guys to the Bonnechere Caves. My name is Reese, and I'll be your tour guide for today. ഇതാണ് നമ്മുടെ ഗൈഡ്. പുള്ളി ഏതാണ്ടൊക്കെ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്. അതനുസരിച്ച് വിശ്വസിച്ച് പോവാണ്. ഇതിനൊക്കെ ഭയങ്കര അഭിനയം, എല്ലാം മനസ്സിലായ പോലെ ഭയങ്കര തലയാട്ടലായിരുന്നു. ഓ വാവ്. അപ്പോൾ അവിടെ ഒരു കേവ് എൻട്രൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. Yeah, you can see that. ഇതൊക്കെ പണിതല്ലേ സൈഡ്? കോൺക്രീറ്റ് അല്ലേ? ടെസ്റ്റിംഗ്. And we'll get you guys just scoot down a little bit more. And you're good right there. Awesome. Over those years, to slowly carve out the cave that we're standing in right now. This is also a good time to mention everything in this
If it's alright, I'll get you guys just Yeah. to stop right before the turn. Sure. Wow. This is my first time in cave. ഇതെല്ലാം ഫസ്റ്റ് ഡിസ്കവർ ചെയ്ത് ടോം എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് പറഞ്ഞത്. ടോമ പണ്ട് ഇവിടെ വന്നപ്പോൾ ഈ ഗുഹ കണ്ടു. പുള്ളി രണ്ടും കൽപ്പിച്ച് ധൈര്യം എടുത്ത് പുള്ളി ആരെയും വെള്ളിയും കിട്ടി ചാടി. അന്നൊക്കെ ഇവിടെ മൊത്തം വെള്ളമായിരുന്നു. അപ്പോൾ അവർ കോൺക്രീറ്റ് കിട്ടി വെള്ളത്തിൻ്റെ പാത്രമൊക്കെ അടച്ചിട്ടാണ് കേവ് അവരിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്തേക്കണേ. സോ ടോം ഇതിൽ പോയി, ആ ടോം അവിടെ ചാടി, ടോം ഇവിടെ ചാടി എന്നൊക്കെ പറഞ്ഞാണ് അവർ ഫുള്ള് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് കേട്ടോ. ഷെഡ്ജിൻ്റെ രണ്ടാമത്തെ കേവാണിത്. വീഗാലാൻഡ് പോയപ്പോൾ ബാലരമ കേവിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ കൂട്ടി രണ്ടാമത്തെ കേവാണെന്നാണ് പറഞ്ഞത്. എൻ്റെ ആദ്യത്തെ കേവാട്ടോ ഇത്. ഞാൻ അവിടെ പോയിട്ട് ഇതുവരെ ആ കേവിൽ കയറാൻ പറ്റിയിട്ടില്ല. ഇവരുടെ സ്റ്റോറിയിൽ ഇവിടെ ഒരു ബീവർ വന്ന് കൊണ്ട് താമസിച്ചിരുന്നു. അതിനെ തല്ലി കശാപ്പ് ചെയ്ത് പുള്ളി പുട്ടടിച്ചിട്ടാണ് ഇവിടെ സാധനം സെറ്റ് ചെയ്തതെന്ന് തോന്നുന്നത്. ബീവർ വന്നിട്ട് ഇവിടുത്തെ ലൈൻ വാട്ടർ പൈപ്പൊക്കെ പൊട്ടിച്ചു. സോ പുള്ളി അടുത്ത ക്രിസ്മസിന് ബീവറിനെ അടിച്ച് വെള്ളം അടിച്ചു, കുട്ടിയെ വെള്ളം അടിച്ചു എന്നാണ് പറയുന്നത്. സോ ഫൈനലി ഇതാണ് കേവ് എക്സിറ്റ്. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ കേവ് എക്സ്പ്ലോറേഷൻ കഴിഞ്ഞു. കുറച്ച് നേരം കൂടെ ഞങ്ങളവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പുറപ്പെട്ടു. സോ ദാറ്റ് വാസ് ഇറ്റ്. ദാറ്റ്സ് എ ഷോർട്ട് വീഡിയോ. ഇഫ് യു ലൈക്ക് ഇറ്റ്, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ഗൈസ്.